അശരണർക്ക് ഒരു കൈത്താങ്ങ് എന്ന മുദ്രാവാക്യം ഹൃദയസ്പർശിയായ ഒരു വികാരമായി സ്വീകരിച്ചുകൊണ്ട് കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്ന 101 അനാഥ അഗതി മന്ദിരങ്ങളിൽ നടത്തപ്പെടുന്ന വിഷുസദ്യ അന്നദാനം ഈ വർഷവും നൽകി. ഇതിന്റെ ഭാഗമായി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ അന്നദാനം നൽകി. അശരണർക്ക് ഒരു കൈത്താങ്ങ് എന്ന മുദ്രാവാക്യം ഹൃദയസ്പർശിയായ ഒരു വികാരമായി സ്വീകരിച്ചുകൊണ്ട് കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്ന 101 അനാഥ അഗതി മന്ദിരങ്ങളിൽ നടത്തപ്പെടുന്ന വിഷുസദ്യ അന്നദാനം നടന്നു. ഇതിന്റെ ഭാഗമായി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ അന്നദാനം നടത്തി. കടുമേനി ശാന്തിഭവനിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ, ജില്ലാ അംഗവും കടുമേനി ശാന്തിഭവൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഇൻചാർജ് സിൽവി സോജന്റെ നേതൃത്വത്തിൽ പരിപാടികൾ നടന്നു. മരിയ, അന്ന, സാര, കവിത സന്തോഷ് മാളിയേക്കലും പരിപാടിയിൽ പങ്കെടുത്തു. ശാന്തിഭവൻ മദർ സുപ്പീരിയർ ഇസബൽ കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ ഭവനത്തെ കൂടി ഓർത്തതിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ശാന്തിഭവനിൽ നിന്നും ജില്ലാ ഗ്രൂപ്പിൽ നിന്നും 23ഓളം പേർ പങ്കെടുത്തു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കേരളത്തിൽ ഇന്ന് 101 അഗതി മന്ദിരങ്ങളിൽ അന്നദാനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും ഇന്ന് അന്നദാന പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ശക്തമായ മുന്നേറ്റവുമായിട്ടാണ് കൂട്ടം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. രോഗികളായുള്ളവർക്കും കുട്ടികൾക്കും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കൂട്ടം കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ 14 ജില്ലകളിലും അതിനോടനുബന്ധിച്ച് ഇന്ത്യക്ക് പുറത്തുമായി വിവിധ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി വിഷുസദ്യ അന്നദാനം ചിറ്റാരിക്കൽ വൈസ് നിവാസിൽ നടത്തി. വിഷുസദ്യ ഉദ്ഘാടനം പ്രശസ്ത ശില്പി സന്തോഷ് മാനസം ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റി മെമ്പർ ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂട്ടം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കുമാർ, ട്രഷറർ സംഗീത, വൈസ് നിവാസ് ഭാരവാഹികളായ ജെയിംസ് മാസ്റ്റർ, സണ്ണി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. 3ാമത് സ്ഥാപനമായ സ്നേഹസദൻ ഷെൽട്ടർ പടന്നക്കാട് വെച്ച് നടന്ന വിഷുസദ്യയിൽ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ജസ്റ്റി മരിയ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ സംഘടന വഴി ഒത്തിരിയേറെ പേർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് 101 അനാഥാലയങ്ങളിൽ അവർക്ക് അന്നദാനം കൊടുക്കുമ്പോൾ നിങ്ങളും പാവപ്പെട്ടവരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സംഘടന ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജില്ലാ അംഗങ്ങളായ വിജയകുമാർ രാമചന്ദ്രൻ അന്നദാന പരിപാടിയിൽ പങ്കെടുത്തു. സെക്രട്ടറി അംബിക സുനിൽ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രമീള ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സ്ഥാപനത്തിലെ അന്തേവാസികളും സിസ്റ്റർമാരും ജില്ലാ അംഗങ്ങളും കൂടി 42ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.